നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? ഒരു വൃക്ഷം ഒരുവൻ ആയുധം കൊണ്ട് മുറിച്ച് താടിയിടുന്ന പോലെ നിന്റെ നല്ല യൗവന ജീവിതത്തിൽ നിന്നെ ഒരു വൃക്ഷം വെട്ടിയിടുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെ ശത്രു അപകരിച്ചെങ്കിൽ കർത്താവ് പറയുക, ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി സൗഖ്യമാക്കും. ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവ് ഇന്നും ഉണങ്ങാതെ കിടക്കുന്നവരുണ്ട്. ഒന്ന് ചിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, പാട്ട് പാടുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു സന്തോഷമില്ല. ഇങ്ങനെ ഒന്നു മാറി ജീവിതത്തിലേറ്റ മുറിവ് ഉണങ്ങാതെ കിടക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റ മുറിവുകൾ ഉണങ്ങണം, നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു വരണം. സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം മാനസിക സന്തോഷമാണ്. 100 കോടി രൂപയുണ്ടെങ്കിലും മാനസിക സന്തോഷം ഉണ്ടാകണമെന്നില്ല. 1 രൂപ ഇല്ലെങ്കിലും മാനസിക സന്തോഷം ഉണ്ടാകാം. ഹൃദയത്തിനേറ്റ മുറിവ്, മനസ്സിനേറ്റ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ല. കോടികൾ പണം മുടക്കി പണിതെടുത്ത വീടിനകത്ത് ഒന്ന് തുറന്ന് സന്തോഷിക്കാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന ധാരാളം പേരെ കാണാം. കടബാധ്യത, പ്രതിസന്ധി, പ്രതികൂലം മനുഷ്യ മനസ്സുകളെ തകർത്തുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവവചനം പറയുകയാണ്, ഈ സാഹചര്യത്തിൽ നിനക്ക് സന്തോഷിക്കാനുള്ള വക കർത്താവ് ഉണ്ടാക്കി തരാൻ പോവാം. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, നിനക്ക് ആരോഗ്യം വരുത്തും. യിരെമ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിന്നെ ഞാൻ സൗഖ്യമാക്കും. നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? ഒരു വൃക്ഷം ഒരുവൻ ആയുധം കൊണ്ട് മുറിച്ച് താടിയിടുന്ന പോലെ നിന്റെ നല്ല യൗവന ജീവിതത്തിൽ നിന്നെ ഒരു വൃക്ഷം വെട്ടിയിടുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെ ശത്രു അപകരിച്ചെങ്കിൽ കർത്താവ് പറയുക, ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി സൗഖ്യമാക്കും. ഞാൻ നിന്റെ രോഗക്കിടക്ക മാറ്റി വിരിക്കും. നമുക്ക് രാവിലെ പറയാം, കർത്താവേ, മുറിവുണക്കുന്ന ദൈവം, ആരോഗ്യം ശരീരത്ത് തരുന്ന ദൈവം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം നിന്റെ വായിക്കു നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം, ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചില മുറിവുകൾ ഉണങ്ങട്ടെ, ചില ശരീരത്തിൽ ആരോഗ്യം വരട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവ്, ഹല്ലേലൂയ, ആമേൻ, ആ മുറിവ് എങ്ങനെ ഉണങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ആ മുറിവിനെ ഉണക്കുവാൻ കഴിയുന്ന കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവർ ആ മുറിവ് ഉണക്കണം, അവർക്ക് ആരോഗ്യം വരണം, അവരെ അഭിഷേകം ചെയ്യണം, ദൈവശക്തി കൊണ്ട് നിറയ്ക്കണം, പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും നിന്റെ മുറിവുകളെ കർത്താവ് ഉണക്കും. ഗോഡ് ബ്ലസ് യു.